ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജീവിതം അർത്ഥപൂരിതമാകട്ടെ, അനുഗ്രഹപൂരിതമാവട്ടെ. മറ്റൊരവസരം നമുക്കുണ്ടോ എന്ന് നിശ്ചയമില്ലാത്തിടത്തോളം ഉള്ള അവസരം അനുഗ്രഹത്തിൻ്റേതും കൃപയുടേതും സന്തോഷത്തിൻ്റേതും സംതൃപ്തിയുടേതുമാവട്ടെ. എന്തിനോടും നാം പുലർത്തേണ്ട ഒരു മിതത്വത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. കോഹലത്തിൻ്റെ പുസ്തകം ചില വിദ്യകളെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് കണ്ണുനീരോടെ കടന്നു പോകേണ്ടവരല്ലല്ലോ നമ്മൾ. ഒരു കാര്യം സുനിശ്ചിതമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ നേടിയതൊക്കെ ആർക്കൊക്കെയോ വിട്ടുകൊടുക്കേണ്ടി വരുമെന്നുള്ളത് വ്യക്തമാണല്ലോ. എന്നാലും നാം അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ടതിൻ്റെ മുമ്പിൽ വിട പറഞ്ഞു പോകുവാൻ വിധിക്കപ്പെട്ടവരായി മാത്രം രൂപപ്പെടാൻ പാടില്ലല്ലോ. മനുഷ്യൻ്റെ ജീവിതം അവനിങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നിടത്തല്ല സന്തോഷമടങ്ങിയിരിക്കുന്നതെന്ന് ക്രിസ്തു വ്യക്തമാക്കി തരികയാണ്. തീർത്തും മനുഷ്യന് സന്തോഷം നൽകുന്ന സ്വർഗീയ അനുഭവങ്ങൾ അതിനിടയിൽ മറന്നു പോവാതിരിക്കട്ടെ എന്ന ഓർമ്മപ്പെടുത്തലാണ്. ഈ ലോകം മുഴുവനും നേടുമ്പോഴും ആത്മാവ് നഷ്ടപ്പെടുന്നവനുണ്ടാവുന്ന ഏറ്റവും ക്ലേശകരമായൊരു അനുഭവത്തെക്കുറിച്ചല്ലേ വചനം ഓർമ്മപ്പെടുത്തുന്നത്. അറപ്പുര മുഴുവൻ നിറഞ്ഞിട്ടും അകത്തളം ആനന്ദം അനുഭവിക്കുന്നില്ലെങ്കിൽ അർത്ഥമില്ലാതെ പോകുന്നില്ലേ ജീവിതം? നാം നമ്മുടെ ജീവിതത്തെ നിറയ്ക്കേണ്ടത് ഇതുപോലുള്ള സമ്പാദ്യങ്ങളല്ല, സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുന്ന ദൈവകൃപകൾ കൊണ്ട് തന്നെയാണ്. ഈ രാത്രി നിൻ്റെ ആത്മാവിനെ എടുത്താൽ എന്താകും ഫലമെന്ന ചോദ്യത്തിന് മുമ്പിൽ എങ്ങനെയാണൊരു ഉത്തരം കൊടുക്കുക? സമ്പത്ത് കൊണ്ട്, സ്ഥാനമാനങ്ങൾ കൊണ്ട്, കഴിവുകൊണ്ട്, പ്രാപ്തി കൊണ്ട് അലങ്കരിക്കുവാനും നിർബന്ധിതമായി പിടിച്ചു നിർത്തുവാനും സാധിക്കുന്നതല്ലല്ലോ ഈ ജീവിതമെന്നും വ്യക്തമാക്കുകയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അനുവദിച്ച് കിട്ടിയ അവസരങ്ങളെ ആദരവോടെ കാണാം. ജീവിക്കാൻ കിട്ടിയ ഈ പ്രതലത്തെ അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി ആസ്വദിക്കാം. നാളെ എന്താകുമെന്ന് നിശ്ചയമില്ലാത്തിടത്തോളം ദൈവനിശ്ചയത്തിന് ജീവിതം സമർപ്പിച്ച് ജീവിക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിലും കരുതലിലും ജീവിതം കൊടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സമ്പത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും പിന്നാലെ പരക്കം പായുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിത അന്തസ്സുകളെക്കുറിച്ച് തന്നെ വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഭൂമുഖത്ത് ജീവിച്ച് ഭോഷൻ എന്ന വിളി കേൾക്കേണ്ടവരാണോ, ഭൂമുഖത്ത് ജീവിച്ച് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെന്ന് വിളി കേൾക്കേണ്ടവരാണോ നമ്മൾ? നമ്മുടെ ചിന്തയിൽ അതൊന്ന് നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാം സമ്പാദിച്ചിട്ടൊന്നുമില്ലാത്തവരെ പോലെ സങ്കടത്തോടെ കടന്നു പോകേണ്ടി വരുന്നവരായി മാറപ്പെടുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് കിട്ടിയതും അനുഭവിച്ചതുമൊക്കെ ഔദാര്യമാണെന്നും അനുഗ്രഹമാണെന്നും കരുതി അതിനെ ഏറ്റവും വലിയ ലാവണ്യത്തോടെ, ഏറ്റവും വലിയ എളിമയോടെ, വിശുദ്ധിയോടെ കൈകാര്യം ചെയ്ത് അത് ആനന്ദം അനുഭവിക്കുവാൻ പാകത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സാധിക്കട്ടെ. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ജീവിക്കുവാനും ഭൂമി അതിൻ്റെ ആദരവോടെ ചവിട്ടി നടക്കുവാനും പഠിപ്പിക്കുകയാണ് നമ്മളെ. കാരണം ജീവിതം എൻ്റേതല്ല, എനിക്കത് ദാനമായി കിട്ടിയതാണ്. അത് തന്നവനെ മറക്കുകയല്ല, തന്നവനോടെന്നും മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ള വിളിയും ഇടയുമുണ്ടെന്ന ചിന്ത. ആമേൻ.